ഞാൻ കരിവള്ളൂർ പെരളത്തിലെ മണികണ്ഠൻ ജ്യോത്സ്യരാണ്. ഇവിടെ മുണ്ടോള് മഹാവിഷ്ണു ക്ഷേത്രം, ദുർഗാപരമേശ്വരി ശാസ്താക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം ചിന്തിച്ചത് ഞാനും ഉണ്ണികൃഷ്ണൻ ജ്യോത്സ്യരും കൂടിയാണ്. അപ്പോൾ അഷ്ടമംഗല പ്രശ്നത്തിലാണ് ക്ഷേത്രേശന്മാരായ ബല്ലാൾ കുടുംബത്തിൻ്റെ പൂർവ്വകാലഘട്ടത്തിലുണ്ടായ അരമനയും ധാരാളം ഭൂസ്വത്തുക്കളും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടതും അവരുടെ ധർമ്മദൈവ ആരാധനകൾ നഷ്ടപ്പെട്ടതും ഇവരെ പൂർവികന്മാരെ ആരാധിച്ചു വന്നതായ രാജരാജേശ്വരിയുടെ വിഗ്രഹം ഇന്നും മറ്റൊരു സ്ഥലത്ത് കണ്ണൂർ മഠം എന്ന് പറയുന്ന ആ ഒരു ഇല്ലത്ത് മറഞ്ഞു നിൽക്കുന്നതായും അതുപ്രകാരം ഇവരത് പ്രശ്നം കണ്ടത് പ്രകാരം പോയി ആ സാന്നിധ്യ വസ്തു ബിംബോപാധി ഇന്നും അവിടെ ഉണ്ട് എന്ന് കണ്ടെത്തുകയും തുടർന്ന് ആ അഷ്ടമംഗല പ്രശ്നത്തിൽ തന്നെ ക്ഷേത്രേശന്മാരുടെ ചിന്ത ചെയ്ത് എത്രയും പെട്ടെന്ന് കാലതാമസം വരുത്താതെ കണ്ട് കൊട്ടാരം പുനർനിർമ്മിക്കാനും ഈ ദേവിയെ അതുപോലെ പരിവാര ദേവന്മാരെയൊക്കെ പ്രതിഷ്ഠിച്ച് ആരാധിക്കണം, അത് കുടുംബത്തിൻ്റെ അത്യാവശ്യമാണെന്ന് കാണുകയും ആ പ്രശ്ന സമയത്ത് തന്നെയാണ് ഭൂമി എല്ലാം നഷ്ടപ്പെട്ടതായ ബല്ലാൾ കുടുംബം ഇങ്ങനൊരു ഭൂമി പല ഭൂമിയും കണ്ടെത്തി പൂർവ്വകാലഘട്ടത്തിലും ഒരു ഭൂമി കാണുകയും സ്വീകരിക്കുകയും അതുപോലെ ക്ഷേത്രം കെട്ടാൻ കൊട്ടാരം കെട്ടാനുള്ളതായ ശ്രമമൊക്കെ നടത്തിയെങ്കിലും ആ ഭൂമി പിന്നീട് രേഖാപരമായിട്ടും അതുപോലെയാണ് ദൈവഹിതമില്ല എന്ന് കണ്ടതുകൊണ്ട് അത് ഉപേക്ഷിക്കുകയും ആ ഭൂമിയിൽ കൊട്ടാരം സാധിക്കില്ല എന്നും ക്ഷേത്രത്തിന്റെ കന്നിഭാഗത്ത് യഥാസ്ഥാനത്ത് ഇവരുടെ ഭൂമിയുണ്ട്, പൂർവികമായിട്ടുള്ള ഭൂമി ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവരുടെ ഭൂമി അന്വേഷിക്കുകയും ആ പ്രശ്ന സമയത്ത് തന്നെ അതിനുവേണ്ടി പ്രത്യേകിച്ച് ആ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി പുതിയൊരു നിലവിളക്ക് വാങ്ങി ഈ തറവാട് കൊട്ടാരം പൂർത്തിയാവുന്നത് വരെ ദേവിക്ക് നെയ്വിളക്ക് വെക്കാനും മഹാവിഷ്ണുവിന് വിശേഷാൽ പ്രാർത്ഥനകളും പൂജകളെല്ലാം ചെയ്ത് ആ പ്രാർത്ഥനയുടെ അനന്തരഫലമായിട്ട് അഷ്ടമംഗല പ്രശ്നം ഒഴിവാടാകുന്നതിന് മുമ്പ് തന്നെ പല ഭൂമിയും കണ്ടെത്തിയെങ്കിലും ഏറ്റവും ദൈവഹിതമുള്ള ഭൂമി ഇതാണെന്ന് കണ്ടെത്തുകയും ആ ഭൂമി വളരെ പെട്ടെന്ന് തന്നെ അമ്മയുടെ അതായത് ദുർഗാപരമേശ്വരിയുടെയും മഹാവിഷ്ണുവിൻ്റെയും ശാസ്താവിൻ്റെയും അനുഗ്രഹം കൊണ്ട് നവഗ്രഹീശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ട് വളരെ പെട്ടെന്ന് തറവാട്ടുകാർക്കത് അഡ്വാൻസ് കൊടുക്കാനും വളരെ പെട്ടെന്ന് സ്വീകരിക്കാനും അപ്പോൾ ചിങ്ങമാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ തറവാടിൻ്റെ കുറ്റി അടിക്കൽ കർമ്മം തറവാട് നിർമ്മാണം ആരംഭിക്കണമെന്ന് പ്രശ്നത്തിൽ ഒഴിപാടിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം ഇന്ന് വലിയൊരു വളരെ ചെറിയ ചടങ്ങല്ല, വളരെ വലിയ ചടങ്ങ് 108 തേങ്ങയുടെ ഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമം സഞ്ജീവനി ഹോമം മുതലായിട്ടുള്ള ഭൂമി പൂജയും എല്ലാ കർമ്മങ്ങളോടും കൂടി ശുഭമുഹൂർത്തത്തിലുള്ള കുറ്റിയടിക്കൽ കർമ്മം ചെയ്തു. അത് മേൽക്കുമേലെ വളരെ വേഗത്തിൽ തന്നെ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണവും സാന്നിധ്യ പ്രതിഷ്ഠയും ആരാധനകളും ആരംഭിക്കുവാൻ സാധിക്കുമെന്ന് കണ്ടിട്ടുണ്ട്. അതേപോലെ വേറെ ഒരു പരമപ്രധാനമായിട്ടുള്ള സാന്നിധ്യം ജടാധാരിയുടെ ഒരു ക്ഷേത്രവും ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഭൂമിയും അഷ്ടമംഗലത്തിൽ പ്രശ്നത്തിൽ പറഞ്ഞത് പ്രകാരം ഇവർ തിരിച്ചെടുത്തിട്ടുണ്ട്. ആടെയും വരുന്ന ഉത്രാടം നാളിൽ ഇതുപോലെ ഭൂമി പൂജയും കുറ്റിയടിക്കൽ വരെ നിശ്ചയിച്ചിട്ടുണ്ട്. അതല്ല ഇവിടുത്തെ മുണ്ടോള് ദേശത്തിൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അമ്മയുടെ അനുഗ്രഹമായിട്ടും ഇങ്ങനെയുള്ളതായ ഒരു സംരംഭത്തിൽ ഒരു അഷ്ടമംഗല പ്രശ്നക്കാരൻ ജ്യോത്സ്യരായിട്ട് വരാനും പങ്കെടുക്കാനും ഇടവന്നതും നമ്മളൊരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കാനും ദേവ ആരാധനകൾക്കും ഇടവരുമെന്ന് നമ്മൾ ഒഴിപാട് രാശിയിൽ കണ്ടിട്ടുണ്ട്. അതുപ്രകാരം തന്നെ ഓരോന്നും നടന്നു വരുന്നുണ്ട്. അത് പെട്ടെന്ന് ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു.